എല്ലാവർക്കും നമസ്കാരം. കാസിബായ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴേ ശരിക്കും പെട്ടു കിട്ടോ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കാരണം ഞാന് പിന്നെ ഇപ്പൊ ഉള്ളത് നിങ്ങളൊക്കെ ഈ ലൊക്കേഷൻ കാണുമ്പോൾ കാണാത്ത ലൊക്കേഷൻ ഇല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ ഉള്ളത് എറണാകുളത്താട്ടോ. എറണാകുളത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പം പറയത്തക്ക വലിയ മഴ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നാട്ടിൽ ഇങ്ങ് വന്ന് ഇറങ്ങിയതും പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി പോയിട്ടോ. അപ്പൊ ഇന്നലെ ഇങ്ങനെ 2:30 ഇന്റർസിറ്റിക്ക് പോകുന്നു. ഇവിടെ എത്തിയപ്പോഴേ രാത്രി 9 മണി കഴിഞ്ഞു ഇവിടെ എത്തിയപ്പോൾ. അങ്ങനെ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചു. ഇവിടെ ഞാൻ എറണാകുളത്ത് വന്ന സാധനം എടുക്കുന്ന റൂമാണ് ഇവിടെ. വലിയ റൂം, അതേ പക്ക ലോക്കലായിട്ട് റൂമാണ്. കിടക്കാൻ ഇത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കൊതുകും പിന്നെ വൃത്തിമേനയൊന്നും ഇല്ല. കുറെ ഭാഗം ചൂരിനൊക്കെ ഉണ്ട്. അതില്ലേ ബാത്റൂമിന്റെ ഒക്കെ അവസ്ഥ കാണിച്ചു തരാൻ പറ്റില്ല. അത്ര മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനിലുണ്ട് കണ്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ കുളിച്ച് ഡ്രസ്സ് മാറണം, അത്രയ്ക്കല്ലേ ഉള്ളൂ. ഈ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുമാണ്. 300 റുപ്യ ഉള്ളൂ കേട്ടോ ചാർജ്. എവിടെ കിട്ടും ഇന്നത്തെ കാലത്ത് 300 റുപ്യക്ക് ഒരു ദിവസത്തെ റൂം? അപ്പം ഞാൻ ഇവിടെ വന്ന് ഇവിടെ എടുക്കാറുള്ളത് കൂടിയാണ്. ഇവിടെ സ്ഥിരം റെന്റിന് റൂം കൊടുക്കുന്നത്. പിന്നെ ഞാൻ എടുക്കാറുള്ളത് കൊണ്ട് എനിക്ക് തന്നാട്ടോ റൂം. അങ്ങനെ അവിടെ നേരെ ഇറങ്ങി പുറത്തോട്ട് വന്നിട്ട് ഒരു ചായയും 2 ദോശയും കഴിച്ചു കേട്ടോ. നല്ല ചട്നി സാമ്പാറെല്ലാം കൂട്ടി ദോശ കഴിച്ചു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മഴയ്ക്ക് ഒരു ശമനം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ശമനം ഉള്ളൂവെങ്കിലും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. കാരണം ഇപ്പം ഞാനുള്ളത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായിട്ടുള്ള നമ്മൾ സൗത്ത് പിന്നെ മെട്രോ സ്റ്റേഷൻ താഴെയായിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ നിൽക്കുന്നത്. പണ്ടത്തെക്കാട്ടും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റേഷനും പരിസരമൊക്കെ. പെട്ടെന്ന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കോ ചെന്ന് പെട്ടതുപോലെ തോന്നും. കാരണം കുറേ വർഷമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പം എനിക്കൊരു ആഗ്രഹം, നമുക്ക് കല്ലൂര് ഒന്ന് വരെ പോകണം. അപ്പം കല്ലൂർക്ക് പോകാൻ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ നമുക്ക് മെട്രോയിൽ കയറാം. അപ്പം മെട്രോ യാത്രയിലൂടെ പോയി കഴിഞ്ഞാൽ ബ്ലോക്കിലൊന്നും കൊടുക്കാണ്ട് നല്ല സുഖയാത്രയായിരിക്കും. കുറേ കാലമായി മെട്രോയിലൊന്ന് കയറിയിട്ടും. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പ്ലാറ്റ്ഫോമിൽ വന്ന് അങ്ങനെ നിന്നപ്പോഴത്തേക്കും പിന്നെ കുറച്ച് ആൾക്കാരുണ്ടത്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1 ആട്ടോ. അതായത് കല്ലൂർ ജംഗ്ഷന് പിന്നെ നോർത്തിലോട്ട് അങ്ങനെ ഭാഗത്തോട്ട് പോകുന്നിടത്തെല്ലാം പ്ലാറ്റ്ഫോം നമ്പർ 1 വണ്ടി വരുന്നത്. പിന്നെ തൃപ്പൂണിത്തുറ ഭാഗത്തോട്ടൊക്കെ പോകുന്നത് 2 നമ്പർ പ്ലാറ്റ്ഫോമിലും. അപ്പം അങ്ങനെ തന്നെ അവിടെ നിന്നപ്പോൾ തന്നെ നമ്മുടെ വണ്ടി വന്ന് അവൻ്റെ വണ്ടിയിലോട്ട് അങ്ങനെ കയറിയിട്ടോ. കുറേ യാത്രക്കാരുണ്ടായിരുന്നു. കാരണം വെച്ചാൽ പിന്നെ കോളേജ് സ്റ്റുഡൻസും അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇപ്പം വളരെ എളുപ്പത്തിന് മെട്രോയിലാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ നല്ല ബെറ്റർ ഉള്ള സമയം കൂടിയാണ് ഈ ഒരു മെട്രോ എന്ന് പറയുന്നത്. ബ്ലോക്കിലൊന്നും കുടുങ്ങാണ്ട് പോവാലോ. ഇനി ഏത് കാലത്താണോ അല്ലെ നമ്മുടെ കണ്ണൂരൊക്കെ മെട്രോ വരിക. എന്തായാലും അതിനകത്ത് കയറി 20 രൂപ ടിക്കറ്റ് എടുത്തിട്ടാട്ടോ ഞാൻ കയറിയത്. ഫൈനലി അപ്പം നമ്മൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയതാ നമ്മളെ മൂപ്പരെ ഇറക്കി വിട്ടിട്ട് മൂപ്പര് ഇതേ പോകും. നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞൻ വണ്ടിയിൽ എന്ത് രസമാണ് കാണാൻ തന്നെ. അങ്ങനെ നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ അതിനകത്ത് QR കോഡില്ലേ അത് അവിടെ നിന്ന് വെച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടുള്ള ഡോർ ഓപ്പണായി കിട്ടുള്ളൂ. അതുകൊണ്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ടിക്കറ്റ് സൂക്ഷിച്ച് വെക്കണം. കാരണം ടിക്കറ്റ് ഇറങ്ങാൻ നേരത്ത് നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതേട്ടോ പുറത്തോട്ടുള്ള വഴി. അപ്പോൾ അങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും മഴ ഇങ്ങനെ ചെറുതായിട്ട് മിന്നി തെളിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് സംഭവം. എനിക്ക് കല്ലൂർ സ്റ്റേഷനിലാണ് പോകേണ്ടിയിരുന്നെങ്കിലും ഞാൻ ഇറങ്ങിയത് കല്ലൂർ പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ആയിപ്പോയി കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുകയാണ് ചെയ്തത്. ചെറിയ ചാറ്റൽ മഴയെ കൊണ്ട് അങ്ങനെ കുടയൊക്കെ ചൂടി അങ്ങനെ നടന്നു കേട്ടോ. ഇതൊരു സുഖമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. എനിക്ക് ഇതൊരു ഹാപ്പിനെസ് മൂഡായിട്ടോ. ചിലർ വിചാരിക്കും എനിക്ക് വട്ടാന്നൊക്കെ. ഏറെക്കുറെ വട്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ നോക്കുമ്പോൾ. സ്റ്റേഡിയത്തിന് അവിടെ ഇങ്ങനെ ഒരു വണ്ടി എന്റെ കണ്ണിൽ പെട്ടത് കേട്ടോ. ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് കുറെ നേരം വാച്ച് ചെയ്തു. അപ്പം ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഒറ്റൊരാൾക്ക് ഇരുന്ന് ഓടിക്കാവുന്ന വാടകയ്ക്ക് കൊടുക്കുന്ന വണ്ടി കേട്ടോ സംഭവം. ഇതിന്റെ പേര് യുലു എന്നാണ്. അപ്പം ഇതിങ്ങനെ അവര് പിന്നെ എന്താ പറയുക വാടകയ്ക്ക് ഇങ്ങനെ കൊടുക്കും. ഇത്ര മണിക്കൂറിന് ഇത്ര പൈസ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഒരു പയ്യനുണ്ടാവും. കുറച്ച് കാര്യമൊക്കെ എനിക്ക് വിശദീകരിച്ചു തന്നു. ഇങ്ങനെ റെന്റിനായിട്ട് വെച്ചിരിക്കുക അല്ലേ? 5 മണിക്കൂർ 300, 8 മണിക്കൂർ 350. ഒരു ബസ് കൊടുക്കുകയാണെങ്കിൽ 499. ഒരു ബസ് എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ 6 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ നാളെ രാവിലെ 6 മണി വരെ. ഫുൾ ചാർജ് 60 കിലോമീറ്റർ ഓടും. 25 കിലോമീറ്റർ സ്പീഡ്. ഹെൽമെറ്റ് വേണ്ട, ലൈസൻസ് വേണം. ഹെൽമെറ്റ് ചെയ്യേണ്ട സേഫ്റ്റിക്ക് ചെയ്യാൻ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണമെന്നില്ല, പോലീസ് പിടിക്കൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് കുറേ എവിടെ എറണാകുളത്ത് ഇവിടിപ്പോ നമ്മൾ പറഞ്ഞിട്ട് 2.5 മാസം ഇവിടെ ഉണ്ട്. ഇതിന്റെ ബാക്കിലുണ്ട്, സ്റ്റേഡിയത്തിന്റെ ബാക്കിൽ. അതെയാ. പിന്നെ കറുകപ്പള്ളി ടർഫിന്റെ ഇവിടെ ഉണ്ട് 1.5 കിലോമീറ്റർ അങ്ങോട്ട് പോകുമ്പോൾ. പിന്നെ ഇൻഫോ പാർക്കിന്റെ അകത്ത് പിന്നെ മറൈൻ ഡ്രൈവ്
ഇതിപ്പോ ഒരു മലയാളിന്റെ ആയിരിക്കും ഇത്ര വണ്ടി. നിങ്ങളിവിടെ വർക്ക് നിൽക്കുന്നത് അല്ലേ? മോന്റെ പേരെന്താ? സുദേവ്. ഓ ഭയങ്കര ഒരു ഇതായി കിട്ടുന്നുണ്ട്. ടൗണുകളിലൊക്കെ ഉണ്ടാകുമായിരിക്കും അല്ലേ? പക്ഷെ അപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനത്തെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്, കലൂർ സ്റ്റേഡിയത്തിന് അങ്ങേ ഭാഗത്തുണ്ട്, പിന്നെ നമ്മുടെ മറൈൻ ഡ്രൈവറിൻ്റെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് ടൗണിലൊക്കെ വേണ്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇത് QR കോഡ് ഉണ്ട്. ഇതിനകത്ത് ആ QR കോഡ് ഇത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പോകണം. ഓരോ മണിക്കൂറിനാട്ടോ പൈസ പറഞ്ഞത്. അതാണ് അവന് അതിന്റെ കണക്കെല്ലാം പറഞ്ഞു തന്നത്. അപ്പം അവനാണ് അവിടെ പണിക്ക് നിൽക്കുന്നതാണ്. അവന് 10,000 രൂപ മാസം ശമ്പളത്തിൽ നിൽക്കുന്ന കേട്ടോ. അപ്പൊ അവര് പരിപാടി എന്താ ചെയ്ത് ചാർജ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കുക, എല്ലാം റെഡിയാക്കി തരും അവര് നമ്മളെടുത്ത്. പിന്നെ നമുക്ക് വണ്ടി എടുത്ത് പോവുകയേ വേണ്ടു. അപ്പൊ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമില്ല. ഇപ്പൊ ടൗണിലൊക്കെ ചെന്ന് നമുക്ക് അത്യാവശ്യം എവിടേക്കെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വണ്ടി എടുത്ത് മണിക്കൂർ കൊണ്ട് കൃത്യസമയത്ത് അവർ പറഞ്ഞ സമയത്ത് തന്നെ വണ്ടി അവിടെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ ടൈമാണ് ഇത്, അതനുസരിച്ച് നമുക്ക് ചാർജ് അവർ ഈടാക്കും കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും ഒരു മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത മെട്രോയിലോട്ട് കയറുകയാണ്. നമ്മൾ കര മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി കടൽ മെട്രോയിലോട്ടായിട്ടോ കയറാൻ പോകുന്നത്. അതായത് ജല മെട്രോയിലോട്ടാണ് ഞാൻ പോകുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് കയറുന്ന ഒരു സംഭവമാണ്. കാരണം ഇത് എറണാകുളത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പം സുഖമാണ്. ഇതാണ് എളുപ്പമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈക്കോടതി ജംഗ്ഷൻ്റെ അവിടെ നമ്മൾ നേരെ നമ്മൾ ഹൈക്കോർട്ട് ആ ഭാഗത്ത് നമ്മുടെ ആ ബീച്ചിന് അങ്ങോട്ട് പോകുന്ന ഭാഗമല്ലേ, അവിടെ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് സ്റ്റേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റുകളൊക്കെ വെച്ച് ഒരു വെറൈറ്റി ലെവലായിട്ടോ. നമ്മുടെ ഈ കണക്കിനൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കേരളമൊക്കെ വേറെ ലെവൽ, വേറെ ഏതോ രാജ്യത്ത് പോയതുപോലെയൊക്കെ തോന്നും നമുക്ക്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് ടൗണിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. പക്ഷെ അവിടെ ഉള്ളവർക്കൊന്നും വലിയ കാര്യമൊന്നുമല്ല. അതൊക്കെ കുറേ പേരൊക്കെ സ്ഥിരം വണ്ടിയിൽ പോകുന്ന ആൾക്കാരാണ്. കാരണം ബ്ലോക്കിലൊന്നും കൊടുക്കാതെ ഈ പറഞ്ഞാൽ ഇവിടെ നേരെ ഫോർട്ട് കൊച്ചിയിലോട്ടാണ് ഇപ്പം ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫോർട്ട് കൊച്ചിക്ക് 40 രൂപ കേട്ടോ ഇതിൻ്റെ ചാർജ്. നേരെ ഒന്നും അറിയാണ്ട് പോവാം. അപ്പം വലിയ തിക്കുന്ന ഇതൊന്നുമില്ല. നല്ല സൈഡിലൂടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ മനോഹരമായിട്ട് പോവാട്ടോ. നമ്മൾ സാധാരണ ബോട്ടിൻ്റെ അതേ ലെവൽ തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ എന്താ പറയുക, നല്ല ഗ്ലാസ് ഒക്കെ ഇട്ട് സൈഡൊക്കെ ഫുള്ള് സെറ്റപ്പായിട്ട് നല്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ നമുക്ക് പിന്നെ ഭയങ്കര സൈലന്റ് രീതിയിൽ ഇങ്ങനെ ഓളങ്ങളെ കീറി മുറിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാം കേട്ടോ. അതൊക്കെ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അനുഭൂതിയൊക്കെ. അങ്ങോട്ട് പോയിക്കൊരു ഇതെല്ലാം ഞാൻ അതിൻ്റെ ഗ്ലാസ്സിലൂടെ തന്നെ എടുക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതാണ് എത്ര ക്ലിയർ ഇല്ലാത്ത, എങ്കിലും അത്യാവശ്യം ക്ലിയർ ഉണ്ട് താനും. അങ്ങ് അവിടെ കണ്ടു വെള്ള കൊട്ടാരം, അവിടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്, അതിൻ്റെ വെട്ടം വെളിച്ചൊക്കെ കാണുന്നുണ്ട്. ഈ തോണിയിൽ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. ഈ മഴയുള്ള സമയത്തൊക്കെ തന്നെയാണെങ്കിലും അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അവർ വല വീശി ഇങ്ങനെ നടക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ നേരെ എത്തിയത് ഫോർട്ട് കൊച്ചി മെട്രോ സ്റ്റേഷൻ അവിടെയാണ്. അതും ഒക്കെ സ്ഥലത്ത് തന്നെയാണ്. കാരണം ഇവിടുന്ന് പിന്നെ നമ്മൾ ബോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കുറേ ഫോർട്ട് കൊച്ചിനെ ഇങ്ങോട്ടേക്ക് നടക്കണം. ഇതിപ്പോൾ അത്ര ഒന്നുമില്ല. കാരണം ഫോർട്ട് കൊച്ചിൻ്റെ നടുക്ക് ഭാഗത്താണ് ഈ സ്റ്റേഷൻ പണിതിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നേരെ അവിടെ ഇറങ്ങി വേറെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഒന്നും പോകണ്ട, നേരെ നമ്മൾ ഫോർട്ട് കൊച്ചിൻ്റെ അവിടെ തന്നെ എത്തിച്ചേരും കേട്ടോ. അപ്പോൾ നമ്മുടെ ചീനവലയിലെ വിശേഷവും ഫോർട്ട് കൊച്ചിയിലെ വിശേഷമൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും പറയട്ടെ, 500 സബ്സ്ക്രൈബറായി. ഇനിയും ഇപ്പോൾ നമുക്ക് കുറേ ആകാനുണ്ട്, കുറേ കടമകൾ കടക്കാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളുമായിട്ട് വീണ്ടും എന്തായാലും നിങ്ങൾ മുമ്പോട്ട് എത്തും. എന്തായാലും ഞാനിപ്പം ഫോർട്ട് കൊച്ചി എത്തി. അടുത്ത വീഡിയോ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ വീഡിയോ കേട്ടോ. എല്ലാവരോടും ടാറ്റാ.